ബാധ ജെയ്സനിൽ ഔത്തസ് ഹുനൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഔത്തസിലോട്ട് സൈന്യത്തെ അയക്കുകയും ഫക്കാത്തലം അല്ലാഹു അലൈഹിം അങ്ങനെ അവരെ കൊല്ലുകയും അസാബുലഹം സബായ അങ്ങനെ അവരെ അടിമകളാക്കുകയും ചെയ്തു. ഫക്കാനാസിബിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹറബു മിൻ ഇഷ്യാഹിന്ന മിൻ അജ്ലി അസ്വാജിഹിന്ന മിനൽ മുശ്രിക്കീൻ. ഈ സഹാബാക്കളിൽ ഇവർ പറയുന്ന അക്കാലഘട്ടത്തിൽ ആചാരം എന്ന് ഇവർ നാഴികക്ക് 40 വട്ടം ഈ മുസ്ലിം ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത്. പക്ഷെ മുസ്ലിക്കുകളായ ഭർത്താവ് ജീവിച്ചിരിക്കുക അവരുടെ ഭാര്യമാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ലൈംഗികമായിട്ട് ഭോഗിക്കുന്നതിൽ അന്നത്തെ പ്രാകൃതരായ 6-ാം നൂറ്റാണ്ടിലെ ധാർമ്മികതകളുടെ സഹാബാക്കൾക്ക് പോലും മടിയായിരുന്നു. അവർ അടച്ചുപോയി, വെറുതെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചു പോയി. അപ്പോഴാണ് ആയത്തിറങ്ങുന്നു ഫഅൻസലല്ലാഹു അസ്സ വജല്ല, സർവ്വലോക രക്ഷിതാവായ പരമകാരുണികനായ റബ്ബ് എന്താണ് ആയത്തിറക്കുന്നത്? വൽ മുഹ്സനാതു മിൻ നിസാഇ ഇല്ലാ മാ മലക്കത് യമീനുക്കും, ഭർതൃമതികളായ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമല്ല, പക്ഷേ നിങ്ങൾ അടിമകളാക്കുകയാണെങ്കിൽ, നിങ്ങൾ യുദ്ധത്തിലൂടെ പിടിച്ചടക്കുകയാണെങ്കിൽ ആ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പലരും പറയാറുണ്ട് യുദ്ധത്തിലൂടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 12 കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇതൊക്കെ തീർത്തും മാനവിക വിരുദ്ധമല്ലേ?